അപ്പോൾ മോഡി പക്ഷേ രണ്ടും കൽപ്പിച്ച് അത് ചെയ്യുന്നുണ്ട്. മുമ്പ് ഞാൻ പറഞ്ഞത് അതാണ് മോഡിയോടുള്ള പ്രശ്നം. ഒരു രാജ്യം സ്വയം പര്യാപ്തമാണെങ്കിൽ മിലിറ്ററി എക്യുപ്മെൻസിൻ്റെ അതിൻ്റെ നിർമ്മാണത്തിൽ അവർക്ക് എന്താണ് മേൽക്കൈ ഉണ്ടാവണം. ചൈനയ്ക്ക് അതുണ്ട്, ഈ റഷ്യക്കുണ്ട്, അമേരിക്കയ്ക്കുണ്ട്. ഇതേപോലെ അവർക്ക് ഉപരോധം കൊണ്ട് എവിടെ എണ്ണ വെക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ റിസ്ക് എടുക്കുന്നത് അവർ ഔദാര്യമൊന്നുമല്ല, നമ്മൾ അവരെ സഹായിക്കുന്നതാണ്. ഗൾഫ് രാജ്യം ഹൈലി വോളട്ടൈലാണ്. എന്തുകൊണ്ടാണത് അങ്ങനെ ശാന്തമായി നിൽക്കുന്നതെന്ന് വെച്ചാൽ അമേരിക്കൻ സപ്പോർട്ടോടുകൂടി മൊണാർക്കികൾ ഉള്ളതുകൊണ്ടാണ്. ഈ മൊണാർക്കികൾ ഈ പറയുന്ന സോക്കോൾഡ് മതം തലക്ക് പിടിച്ച ജനാധിപത്യവാദികളെക്കാൾ നല്ലതാണ്. കഴിഞ്ഞോടെ ഇവന്മാർ ഇനി റിബൽസ് ആവും, അത് ഈ ഇസ്ലാമിസ്റ്റുകൾ റിബൽസ് ആവും. അതിനെ കൂടി ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. കാരണം ഒരു 10 വർഷമെങ്കിലും ഇവന്മാരുടെ ശല്യം ഉണ്ടാവും. ഓക്കെ. അപ്പോൾ അങ്ങനെ ഷിയാക്കൾക്ക് വേറെ കാര്യമുണ്ട്. ഈ സുന്നികളെ പോലെ അല്ല, അവർക്ക് മരണം ഒരു പ്രശ്നമല്ല. അവരിങ്ങനെ ആ ഒരു ലോകത്തെ ആദ്യത്തെ ചാവേറുകൾ അവരാണ്, ഹഷാഷിൻസ്. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ഇറാൻ വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. അവിടെ ഇപ്പോൾ സർക്കാരിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ നടക്കുന്നു. കഴിഞ്ഞ ദിവസം മാത്രം 22 പ്രവിശ്യകളിൽ 116 പ്രൊട്ടസ്റ്റുകൾ നടന്നു എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ജനങ്ങൾ തെരുവിലിറങ്ങിയിരിക്കുകയാണ് അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, അവകാശത്തിന് വേണ്ടി എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്ന് കേൾക്കാൻ സാധിക്കുന്ന വാർത്തകളിൽ നിന്നും വായിച്ചെടുക്കേണ്ടത്. ഒപ്പം തന്നെ ഈ പ്രൊട്ടസ്റ്റുകൾക്ക്, ഈ പ്രതിഷേധങ്ങൾക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തുമുണ്ട്. അയത്തുള്ള അലി ഖമേനി, ഇറാൻ്റെ പരമോന്നത നേതാവ്, ഈ പ്രൊട്ടസ്റ്റുകളെ, പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പരിശോധിക്കാം നമുക്ക്. ഇറാനിൽ ഒരു വിപ്ലവമാണോ നടന്നുകൊണ്ടിരിക്കുന്നത്? അധികാരം മാറി മറിയുമോ? നമ്മോടൊപ്പം ചേരുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ഫക്രുദ്ദീൻ അലി. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ഇറാൻ നമുക്കറിയാം എന്നും ഒരു ചെറിയ ഇടവേളകൾ വിട്ട് നോക്കുമ്പോൾ ഹൈലൈറ്റുകളിൽ ഇടം നേടാറുണ്ട്, ഹെഡ്ലൈനുകൾ സൃഷ്ടിക്കാറുമുണ്ട്. ഇപ്പോൾ വീണ്ടും നമ്മൾ അന്ന് ചർച്ച ചെയ്ത് വെച്ചതാണ്, കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് ചർച്ച ചെയ്ത് വെച്ചൊരു വിഷയമാണ്. അവിടെ ജനങ്ങൾ ഒരു ഔട്ട്ബേസ്റ്റിലേക്ക് പോയേക്കും, ശക്തമായ പ്രതിഷേധത്തിലേക്ക് പോയേക്കുമെന്നും അന്ന് ചർച്ചയിൽ പറഞ്ഞിരുന്നു. ഇപ്പോൾ കുറേയേറെ നാളായി ഒരു വിഭാഗം ജനങ്ങളെ അടിച്ചമർത്തി വെച്ചിരിക്കുന്നതിൻ്റെ സ്വാഭാവികമായ ഒരു പൊട്ടിത്തെറിയാണോ അവിടെ നടക്കുന്നത്? അതോ അതും നമ്മുടെ ഇന്ത്യക്ക് ചുറ്റുമൊക്കെ കണ്ടതുപോലെയുള്ള ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സർക്കാരിനെതിരെ തിരിച്ചുവിടുന്ന, ഭരണം അട്ടിമറിക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണോ? എന്താണ് തോന്നുന്നത്? എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട് മോനെ, ലിയോ രാധാകൃഷ്ണൻ. അതാണ് അതിൻ്റെ ഒന്നാമത്തെ കാര്യം. ഇത് നിങ്ങൾ പറഞ്ഞ പോലെ ഒരു ദിവസം കൊണ്ടുണ്ടായതല്ല. വളരെ കാലമായിട്ട് ഖൊമേനിയുടെ കലാപം വന്നു, അയാൾ അവിടെ എസ്റ്റാബ്ലിഷ് ആയ സമയം തൊട്ട് തന്നെ ഇന്റേണലി അയാൾക്കെതിരെയുള്ള എതിർപ്പുകളുണ്ട്. ആദ്യത്തെ എതിർപ്പുകൾ കമ്മ്യൂണിസ്റ്റ്, ഇവർ ഒരുമിച്ചായിരുന്നു, മച്ചാന്മാരായിട്ടാണ്. അതാണ് കേരളത്തെ കമ്മ്യൂണിസ്റ്റുകാർ പറയാനുള്ളത്. നമ്മുടെ ആളുകൾ അധികം വിശ്വസിക്കുക, നമ്മുടെ ആളുകൾ വിശ്വസിക്കുകയൊക്കെ ചെയ്യുക, നിങ്ങൾ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കരുത്, കച്ചവടത്തിലൊക്കെ വിശ്വസിക്കുക. നമ്മുടെ ആളുകൾ പറ്റിക്കില്ല. ഏതാ മുസ്ലിംസ് കച്ചവടത്തിൽ പറ്റിച്ചതായിട്ട്, എസ്പെഷ്യലി മലബാർ മുസ്ലിംസേ, ഉത്തരയുടെ മുതൽ നിങ്ങൾ കേൾക്കില്ല, അങ്ങനെ ഉണ്ട്. പക്ഷേ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കരുത്. കാരണം നമുക്ക് മതവും രാഷ്ട്രീയം ഒന്നാണ്. അതുകൊണ്ട് നിങ്ങൾ രാഷ്ട്രീയത്തിൽ നമ്മൾ വിശ്വസിക്കരുത്. അപ്പം ഈ അയാളുടെ കൂടെ അന്ന് ഷാക്കെതിരെ പടപെടുത്തിയ ആളുകളാണ് കമ്മ്യൂണിസ്റ്റുകാർ. എന്നാൽ അധികാരത്തിൽ അന്ന് ആദ്യം ചെയ്ത ആളുകൾ കമ്മ്യൂണിസ്റ്റുകാരെ തലവെട്ടുകയാണ്. ഓക്കെ, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അതിനുശേഷം കമ്മ്യൂണിസ്റ്റുകാരും രാജകുടുംബത്തെ സപ്പോർട്ട് ചെയ്ത് അവരെ പെർസിക്യൂട്ട് ചെയ്ത് തുടങ്ങി. അവർ ഇയാൾക്കെതിരെ നിശബ്ദമായി പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ. പക്ഷേ അവർക്ക് ഒരു ചെറിയ ഗ്രൂപ്പാണ്. മൊത്തം ഇയാളെ എൻ്റെ സൈനിക ശക്തിയുണ്ട്, ഇനി ഇയാൾ വലിയൊരു ഉപരോധങ്ങളൊക്കെ വന്ന് വലിയൊരു ദേശീയ വികാരം ഉയർത്തിക്കൊണ്ടാണ് ഇയാൾ നിന്നിരുന്നത്. അപ്പോൾ ആ ഒരു വലിയൊരു ദേശീയ വികാരം വരുമ്പോൾ ഇങ്ങനെ ചെറിയ ശബ്ദങ്ങളൊന്നും ഒരു എഫക്റ്റീവ് ആവില്ല. എന്നാൽ ആദ്യത്തെ ഖൊമേനി ചത്ത്, അവനൊക്കെ ചത്ത് എന്ന് പറഞ്ഞാൽ മതി, പിന്നെ നമ്മളെ വഫാത്തായ എന്നൊക്കെ പറയാം, പക്ഷെ അതിനുള്ള ഒരു ക്വാളിറ്റി ഉണ്ടേ. അപ്പോൾ അവൻ ചത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ പുതിയ ലേവം വന്നല്ല, ഇപ്പോഴത്തെ ഖൊമേനി ലേവം വന്ന സമയത്ത് പതുക്കെ ഓർഗനൈസ്ഡ് അറ്റംപ്റ്റ് വന്നു തുടങ്ങി. ഈ സമയത്താണ് മുഹമ്മദ് ഖാത്തമി പ്രസിഡന്റ് ആവുന്നത്. അതേ ഒരു പരിഷ്കരണവാദിയാണ്. അതെ, എപ്പോഴും ശക്തമായ രീതിയിൽ സർക്കാരിന് മുൻപും എതിർത്തിട്ടുള്ള ആളാണ്, പ്രോഗ്രസീവ് ആയിട്ടുള്ള, കണ്ണിലെ കരടായിരുന്നു. പക്ഷേ അദ്ദേഹം പ്രസിഡന്റ് ആയപ്പോൾ അന്ന് നമ്മൾ രണ്ടുപേരും തന്നെ സംസാരിച്ചപ്പോഴും പറഞ്ഞിരുന്നത് ഖാത്തമിയുടെ പേര് തോന്നുന്നത്. അതെ, ഖാത്തമിയുടെ പേര് പറഞ്ഞിരുന്നത്. അപ്പോൾ അദ്ദേഹം വന്ന സമയത്ത് ഈ പറഞ്ഞ അദ്ദേഹം കുറച്ചും കൂടി ഇത്തരം എലിമെൻസിന് ഒരു ശക്തി കിട്ടി.
അതോടുകൂടി ഈ വിദേശ രാജ്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന പഴയ രാജകുടുംബത്തിലെ ആളുകളൊക്കെ തിരിച്ചു വന്നിരുന്നു. അങ്ങനെ തിരിച്ചു വന്ന ഒരാളാണ് എൻ്റെ ഫ്രണ്ട് അനഹിത. അവൾ എന്നെ ജേനി പഠിക്കണം എന്ന് പറഞ്ഞാൽ എൻ്റെ സുഹൃത്തായിരുന്നു. അവൾ ഇറാനിലേക്ക് തന്നെ പോയി. ഞാൻ പറഞ്ഞ അവളോട് അങ്ങോട്ട് പോകണ്ട, അമേരിക്കക്കാർ ബോംബിടും. അപ്പോൾ അവൾ പറഞ്ഞ അമേരിക്ക ഞങ്ങളെ ബോംബിടില്ല. അവർക്ക് എന്തൊരു വിശ്വാസമുണ്ട്, അമേരിക്ക അവിടുത്തെ ജനങ്ങളെ ബോംബിടില്ല, ഇസ്രായേൽ ജനങ്ങളെ ബോംബിടില്ല എന്ന് വിശ്വാസം അവർക്കുണ്ട്. ഓക്കെ, അവർക്ക് ആ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ആ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലേ? അല്ല, അത് അവളെ നിസ്സാരക്കാരിയൊക്കെ എഴുതണ്ട. അവളവിടുത്തെ രാജകുടുംബമായിട്ട് ബന്ധമുള്ള ആളാണ്. അപ്പോൾ അമേരിക്കൻ്റെ CIA ഒക്കെ നെറ്റ്വർക്ക് അവിടെ പ്രവർത്തിക്കുന്ന അവർ വഴിയാണ്. ഓക്കെ, അപ്പോൾ അവിടുന്നാണ് അവൾ സാധാരണക്കാരിയല്ല, അവൾ ഭയങ്കര സുന്ദരിയായിരുന്നു. അപ്പം അതാണ് ഒരു കാര്യം. രണ്ടാമത്തെ അപ്പം മുഹമ്മദ് ഖാത്തറിൻ്റെ സമയത്ത് പിക്കപ്പ് ചെയ്തു. പിന്നെ അത് നജാദ് എന്ന് പറഞ്ഞ കക്ഷി ഉണ്ടായി. അങ്ങനെ ഡയലോഗായിരുന്നു. വി ആർ ഫോർ എന്താണ് ഡയലോഗ് ഓഫ് സിവിലൈസേഷൻ. നമ്മളാണ് സുരേഷ് ഗോപിയാണ് പറയുന്ന പോലെ സംസാരിക്കാം. ഡയലോഗ് ഫോർ സിവിലൈസേഷൻ ആൻഡ് ഡയലോഗ് ഓഫ് സിവിലൈസേഷൻ ഇറ്റ്സ് നോട്ട് ഫോർ കോൺഫ്ലിക്റ്റ് ഓഫ് സിവിലൈസേഷൻ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുകയായിരുന്നു. അപ്പം അന്ന് ഈ ഫുക്കോയാമ ഇനി വരാൻ പോകുന്ന ലോകത്ത് സിവിലൈസേഷൻ്റെ കോൺഫ്ലിക്റ്റാന്ന് തോന്നുന്നത്. അപ്പോൾ അതിനെതിരെ മൂപ്പർ ഇങ്ങനെ അല്ല, കോൺവെർസേഷൻ ഓഫ് സിവിലൈസേഷൻ, ഡയലോഗ് ഓഫ് സിവിലൈസേഷൻ. നമ്മൾ ചില ആളുകൾ ഇംഗ്ലീഷ് 2 വാക്ക് മാത്രം പഠിച്ചിട്ട് ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് അറിയില്ലേ, അതാണ് ഞാൻ പറയുന്നല്ലോ. അതേപോലെ ഇയാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇയാൾ ഭയങ്കര ഈ പറയുന്ന നെഗറ്റീവായിട്ടുള്ള ഒരു ഓർത്തഡോക്സ് ആയിട്ടുള്ള ആളായിരുന്നു. നജാദ് വരിക്കുമ്പോഴാണ് എനിക്ക് അവളെ പരിചയം. അപ്പം എന്നോട് അവൾ പറഞ്ഞു അയാളൊക്കെ പോകുന്നു തോന്നുന്നു. അപ്പോൾ അവർക്ക് ഗ്രൗണ്ട് അറിയാം നന്നായിട്ട്. അതുപോലെ തന്നെ പിന്നെ റുഹാനി വന്നു. അപ്പം ഇവിടെ എങ്ങനെ കൺസർവേറ്റീവ്സ് അല്ലാത്തവരും വരും. എങ്ങനെ ഈ അയാത്തുള്ള കുമ്മാനിയുടെ കയ്യിലാണ് സാധനം മൊത്തം. ഹൈക്കമാൻഡ് അയാളാണ്. അതെ, ഈ പ്രസിഡന്റ് തീരുമാനിച്ചാലും അദ്ദേഹമാണ് അന്തിമ. പക്ഷേ ഗ്രാജുവലായിട്ട് ജനങ്ങളുടെ ഇടയിൽ എതിർപ്പ് ശക്തിപ്പെട്ടു. അതവിടെ സിനിമകളിൽ നമുക്ക് കാണാൻ പറ്റും. പല സിനിമകൾ ഹാഫ് മൂൺ പോലെയുള്ള സിനിമകളിലെല്ലാം ഈ കൺസർവേറ്റീവ് സാധനത്തിനും ഒക്കെ എതിരെയുള്ള ശക്തമായിട്ടുള്ള മൂവ്മെൻറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അവർക്ക് അത് അങ്ങനെ കാണിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അവിടെ സിനിമകൾ ഇത്തിരി നന്നാകാൻ കാരണം നേരിട്ട് അവർക്ക് പറയാൻ പറ്റില്ല. ഇവിടെ നമുക്ക് ഉച്ചശ്രോ അമോദി എന്നൊക്കെ പറഞ്ഞ് സുരേഷ് ഗോപിക്ക് ഡയലോഗ് അടിക്കാം. അവിടെ അത് പറയാൻ പറ്റില്ല. ഉച്ചശ്രോ അമോദിയൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചട്ടിനി സംഭവമൊക്കെ കാണിക്കാനേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ആ സിനിമകൾ ഇത്രയും നന്നാവുന്ന ഓരോ സിനിമകൾ. ജാഫർ പനാഹി കാണും, പ്രധാനപ്പെട്ട സംവിധായകനാണ്. പനാഹി ഈ റോയൽ ഫാമിലി പെട്ട ആളാണ്. അയാളിപ്പം ജയിലിലാണ്, ജാഫർ പനാഹി. അപ്പം അത് കഴിഞ്ഞ് അപ്പോൾ ഇതിങ്ങനെ പതുക്കെ പതുക്കെ ശക്തിപ്പെട്ടുകൊണ്ട് ജനങ്ങളുടെ ഇത് ശക്തിപ്പെട്ട് വരുമ്പോൾ ഒരു ഘട്ടത്തിൽ ഇവരെ അടിച്ചമർത്തും. ഈ പാവങ്ങളെ പ്രശ്നം എന്ന് വെച്ചാൽ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ പ്രത്യേകിച്ച് ഒരു സിസ്റ്റം ഇല്ല അവിടെ. ഇവരെ ഈ പോലീസും സാധനങ്ങളും എല്ലാം ഉണ്ട്. മാത്രമല്ല അമേരിക്ക ഇസ്രായേൽ എതിരായതുകൊണ്ട് ഇസ്ലാമിന് വേണ്ടിയുള്ള ഫൈറ്റല്ലേ. അതുകൊണ്ട് ഈ പറയുന്ന സൗദി പോലുള്ള ചില അറബ് രാജ്യങ്ങൾ വെച്ച് ബാക്കി എല്ലാവരും ഉമ്മാരെ കൂടെ നിൽക്കും. ബിക്കോസ് ദേ ആർ സെയിങ് ദാറ്റ് ഇറ്റ് ഈസ് എ ഫൈറ്റ് ഫോർ ഇസ്ലാം. കുന്താണ് ഇവനൊക്കെ വെള്ളമടിച്ച് എന്ന് ഞാൻ പറയുന്നില്ല, അതിനുവേണ്ടിയുള്ള സാധനമാണ്. ഗവൺമെൻറ് വെള്ളമടിക്കുന്നുണ്ടാവില്ല, ബാക്കിയുള്ളവന്മാരൊക്കെ പുറത്ത് വെള്ളമടിച്ച് നടക്കുന്നവന്മാരാണ്. അപ്പം ഇതൊക്കെ അടിച്ചമർത്തപ്പെട്ടു. പക്ഷേ ഇത് ഇതിനൊരു ലിമിറ്റ് ഉണ്ട്. റഷ്യൻ വിപ്ലവം നടന്നത് ഒരു ദിവസം കൊണ്ടല്ല. 1900 തൊട്ട് റഷ്യയിൽ ഗവൺമെൻറ്റിനെതിരെ ശക്തമായ പ്രക്ഷോഭം നടന്നിരുന്നു. 1905 വലിയ കലാവുന്നത്. അതാണ് ഐസൻസിൻ്റെ മറ്റേ സിനിമ, ബാറ്റർഷിപ്പ് പൊട്ടൻകിൻ. അതിനുശേഷമാണ് എനിക്ക് അന്ന് അടിച്ചമർത്തി ലെനിനെ കൊളുവിൽ പോകേണ്ടി വന്നത്. പക്ഷേ 17 വിപ്ലവം നടന്നു, 2 വിപ്ലവം നടന്നു. രണ്ടാമത്തെ പിന്നെ എന്താണ് ബ്രൂട്ടൽ റെവല്യൂഷനാണ് രണ്ടാമത്തെ. നമ്മളീ പറയുന്ന കമ്മ്യൂണിസ്റ്റ് ഒക്ടോബർ റെവല്യൂഷൻ ഉണ്ടല്ലോ, അത് വളരെ ബ്രൂട്ടലായിട്ടുള്ള റെവല്യൂഷനാണ്. അന്ന് നമ്മളത് രാജകുടുംബത്തെ കൊന്നത് ഈ പിന്നെ എന്താണ് റോഗ് എലമെൻറ്റ്, ആ പാർട്ടിയിലുള്ള റോഗ് എലമെൻറ്റ് എന്നാൽ അരാജകത്വവാദികളാണ്. പക്ഷെ ഇപ്പം ലിസ്റ്റ് പുറത്ത് വന്നിട്ടുണ്ട്. ലെനിൻ്റെ അറിവോട് കൂടിയിട്ടാണ് വെടിവെച്ച് വന്നത്. അപ്പോൾ നമ്മുടെ നാട്ടുകാർക്ക് അറിയില്ല, ഏകദേശം പറയില്ലല്ലോ, ആണ് സത്യം. പക്ഷേ വിപ്ലവം നടന്നു. അതുകൊണ്ടാണ് അവിടെ നടക്കുന്നത്. ഗ്രാജുവലാണ്. കാരണം ഈ ഗ്രാജുവലായിട്ട് ഉണ്ടാകാനുള്ള കാരണം ഓൾറെഡി വളരെ മോഡേൺ ആയിട്ടുള്ള ഒരു സൊസൈറ്റിയെ പിന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. ഒരു കണക്കിന് താലിബാനൈസ് ചെയ്യായിരുന്നു. അതെ, അന്ന് ഇറാൻ റവല്യൂഷൻ. അപ്പോൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ ഇറാൻ റവല്യൂഷനെ കുറിച്ചും വിപ്ലവത്തെക്കുറിച്ചും പറയേണ്ടി വരും. അപ്പോൾ അന്ന് വളരെ അന്നത്തെ രാജഭരണം കുറുപ്പ് സിനിമ ഉണ്ടാവാൻ മനസ്സിലാവും. കുറുപ്പ് സിനിമയിൽ അന്നത്തെ ഇറാനാണ്. അപ്പം വളരെ മോഡേൺ ആയിട്ടുള്ളൊരു സൊസൈറ്റിയെ, പക്ഷേ ഈ രാജകുടുംബത്തിന് അർമാദം കുറച്ച് കൂടുതലായിരുന്നു. അതുകൊണ്ട് ജനങ്ങളെതിരായിരുന്നു. അന്ന് എല്ലാ സ്ഥലത്തും ഉണ്ട് ഈ അധികാരമുള്ളവൻ നന്നായിട്ട് അർമാദിക്കുകയായിരുന്നു. അപ്പോൾ ജനങ്ങളെതിരായി 2 രീതിയാണ് ജനങ്ങളെതിരെ. കമ്മ്യൂണിസ്റ്റ് പാർട്ടീൻ്റെ അണ്ടറിൽ പാവങ്ങൾ, അതുപോലെ തന്നെ മതത്തിൻ്റെ അണ്ടറിൽ ഈ ഗൊമൈനിയുടെ അണ്ടറിൽ പിന്നെ മത തീവ്രവാദികളും ശക്തിപ്പെട്ടു. അപ്പം മതത്തിനെ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് ബുദ്ധിപരം ആലോചിച്ച് വരുന്നതിന് മുമ്പ് മത തീവ്രവാദികൾക്ക് പിന്നെ ബുദ്ധീൻ്റെ ആവശ്യമില്ലല്ലോ, അവർക്ക് ചോദ്യങ്ങളില്ലല്ലോ. അവന്മാരെ ആലോചിച്ചുകൊണ്ടെങ്കിൽ അവന്മാർ തലവെട്ടി, അവന്മാരെ കയ്യിലായി. പക്ഷേ ആ വിപ്ലവം ഈ അമേരിക്ക അവിടെ നിന്ന് ഓടിപ്പോകാനുള്ള ഒരു കാരണം കമ്മ്യൂണിസ്റ്റുകാർ കൂടിയാണ്. പിന്നെ കമ്മ്യൂണിസ്റ്റുകാർ ഇല്ലാതാക്കി, മനസ്സിലായില്ലേ. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് ഈ പാവപ്പെട്ട ജനവിഭാഗങ്ങൾ എതിർക്കുന്ന ആളുകളെ ഇവർ ഈ മതം കാണിച്ച് ഭീഷണിപ്പെടുത്തി അടിച്ചമർത്തിക്കൊണ്ടേയിരുന്നു.
ഇതിനിടയ്ക്ക് അവിടെ സൈലൻ്റ് ആയിട്ട് വേറെ പ്രവർത്തനം നടക്കുന്നുണ്ടായിരുന്നു. അമേരിക്ക അവിടെ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ പോലും അമേരിക്കയുടെ CIA വർക്ക് കാര്യമായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. CIA എപ്പോഴുമാണ് അവിടെ സ്ലീപ്പിംഗ് സെല്ലുകൾ ഉണ്ടാവും. അത് അനുകൂലമായ സാഹചര്യത്തിന് വേണ്ടി കാത്തു നിൽക്കും. മൊസാദിനും പിന്നെ മൊസാദും അതുപോലെ CIA-യും ഈ അന്നത്തെ ഷായുടെ സ്വന്തം ആളുകളായിരുന്നു. വളരെ ഇന്നിപ്പം ഇസ്രായേലിൻ്റെ നമ്പർ 1 ശത്രുവാണ് ഇറാൻ ഭരണകൂടം. അന്ന് ഇസ്രായേലിൻ്റെ ഇസ്ലാമിക ലോകത്തെ നമ്പർ 1 ഫ്രണ്ട് ഇറാനായിരുന്നു. അന്ന് ജോർദാനൊന്നും അംഗീകരിച്ചില്ല. ബൈ ദ വേ ഞാൻ ചോദിക്കട്ടെ, ഈ അറേബ്യയിലുള്ള രാജ ഫാമിലിയിൽ നമ്മളെ പ്രവാചകൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരു രാജ ഫാമിലിയേ ഉള്ളൂ, ഹാഷ്മൈറ്റുകൾ, ജോർദാൻ. അവർക്ക് ഇസ്രായേലുമായിട്ടുള്ള പ്രശ്നമൊന്നുമില്ലല്ലോ, പിന്നെ ഞമ്മക്കെന്ത് പ്രശ്നം? അതെ, പ്രവാചകൻ ഇല്ലാത്ത പ്രശ്നം ഞമ്മക്ക് എന്താണ്? അതെ, അതാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അപ്പോൾ പിന്നെ അപ്പോൾ ഈ നെറ്റ്വർക്ക് ഇവരൊക്കെ വിട്ടുപോയെങ്കിൽ പോലും, ഇവർ ഒഫീഷ്യലി വിട്ടുപോയെങ്കിൽ ഈ നെറ്റ്വർക്ക് സ്ട്രോങ് ആയിരുന്നു. കാരണം നമ്മളെ ഇന്നും ഇന്ത്യയിലെ IB-യിലും പോലീസിലും സിവിൽ സർവീസിലും പൊളിറ്റിക്സിലും എല്ലാം ബ്രിട്ടീഷ് നെറ്റ്വർക്ക് സ്ട്രോങ് ആണ്. മനസ്സിൽ സിവിൽ സർവീസൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഈ പീഴ്സ് നിങ്ങൾ അതിലേക്ക് അബ്സോർവ് ചെയ്യും. ഞാൻ മുമ്പ് നിങ്ങൾ പറഞ്ഞില്ലേ, ഈ പീഴ്സിനുണ്ടാക്കി അവരുടെ പീഴ്സ് ബ്രിട്ടീഷ് എംപ്ലോയീസ് ആയിരുന്നു. ഓക്കെ, ആ സിസ്റ്റം വളരെ സ്ട്രോങ് ആണ്. ഇത് അവിടെയും സ്ട്രോങ് ആണ്. അല്ല, ഈ സിവിൽ സർവീസിന് ഇല്ലാതാക്കാൻ കോൺഗ്രസ് ആഗ്രഹിച്ചിട്ടോ നടക്കുകയല്ല, പിന്നെ ഇന്ത്യ ഉണ്ടാവില്ലായിരുന്നു. അതേപോലെ തന്നെ അവിടെ സിവിൽ സർവീസിലെല്ലാം ഇവരുണ്ട്. അതുകൊണ്ടാണ് ഈ പറയുന്ന ഹമാസിൻ്റെ നേതാവ് ഏത് ബിൽഡിങ്ങിൽ, ഏത് റൂമിൽ, ഏത് കട്ടിൽ കിടക്കുന്നു എന്നൊക്കെ മൊസാദിന് വിവരം കിട്ടി. കൃത്യമായ ഒരു എന്താണ് ഈ വാള് പിന്നെ അഗ്രത്ത് ഘടിപ്പിച്ച മിസൈലുണ്ട്, വേറെ ആർക്കും അപകടം ഉണ്ടാവില്ല. ഇത് ജസ്റ്റ് അവിടെ ഉള്ളിൽ പോയിട്ട് ക്രൂയിസ് മിസൈലാണ്, ഒരു കറക്കം കയറുന്നു, അപ്പോൾ ഇവരെ തലങ്ങ് പോകും. ഇതാണ് അന്ന് അവിടെ ചെയ്തത്. അപ്പം ഇത് ചെയ്യാൻ പറ്റുന്നത് അതുകൊണ്ടാണ്. ഒരു ആണവ സയൻറ്റിസ്റ്റുകളൊക്കെ അവർ കൊല്ലാൻ മതി. ഈ നെറ്റ്വർക്ക് സ്ട്രോങ് ആയിരുന്നു. ഇവരൊരു അവസരത്തിന് വേണ്ടി കാത്തുകയായിരുന്നു. ഇപ്പോഴാണ് അതിൻ്റെ സമയം. ഈ അവസരം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളോട് മുമ്പ് ഇന്ത്യ കൂടി പേടിക്കണമെന്ന് ഞാൻ പറഞ്ഞ സാധനം എന്താണ്, ഈ ദേശീയ വികാരമൊക്കെ നിൽക്കും. എങ്ങനെ? 2 നേരം ഭക്ഷണം കിട്ടാനുള്ള അവസരം ഉണ്ടാവുന്നവരെ. അതില്ലാതായി കഴിഞ്ഞാൽ ദേശീയ വികാരം പോയി നിലനിൽപ്പാവും പ്രശ്നം. ഇറാനിലിപ്പം സംഭവിക്കുന്നതാണ്. അമേരിക്കൻ്റെ ഏറ്റവും ശക്തമായിട്ടുള്ള ആയുധം ഉപരോധം. ഓക്കെ, ചൈനേൻ്റെ അടുത്ത് നടക്കില്ല. കാരണം അവർ കാർഷിക മേഖലയിലും വ്യവസായ മേഖലയിലും എല്ലാം സ്വയം പര്യാപ്തത കൈവരിച്ചിട്ടുണ്ട്. നമ്മളെ വലിയൊരു പ്രശ്നമെന്ന് വെച്ചാൽ നമ്മൾ മിലിറ്ററി എക്യുപ്മെൻറ്റിൻ്റെ അടുത്ത് സ്വയം പര്യാപ്തത കൈവരിക്കുന്നേ ഉള്ളൂ. ഇന്ദിരാഗാന്ധി ഇതൊക്കെ മനസ്സിലാക്കി ചെയ്ത് തുടങ്ങിയതാണ്. പക്ഷേ അതിൻ്റെ അപകടം മനസ്സിലാക്കി പടിഞ്ഞാറൻ ശക്തികൾ പാകിസ്ഥാനെ വിട്ടിട്ട് യുദ്ധം ചെയ്യിപ്പിച്ച് നമ്മൾ അജണ്ട മൊത്തം മാറ്റേണ്ടി വന്നു. പിന്നെ നമ്മൾ പിന്നെ റഷ്യനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ മോഡി പക്ഷേ രണ്ടും കൽപ്പിച്ച് അത് ചെയ്യുന്നുണ്ട്. മുമ്പ് ഞാൻ പറഞ്ഞത് അതാണ് മോഡിയോടുള്ള പ്രശ്നം. ഒരു രാജ്യം സ്വയം പര്യാപ്തമാണെങ്കിൽ മിലിറ്ററി എക്യുപ്മെൻസിൻ്റെ അതിൻ്റെ നിർമ്മാണത്തിൽ അവർക്ക് എന്താണ് മേൽക്കൈ ഉണ്ടാവണം. ചൈനയ്ക്ക് അതുണ്ട്, ഈ റഷ്യക്കുണ്ട്, അമേരിക്കയ്ക്കുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഭക്ഷ്യധാന്യങ്ങളായിരുന്നു സ്വയം പര്യാപ്തം, അത് നമുക്കുണ്ട്. ഇന്ധനത്തിൻ്റെ കാര്യം സ്വയം പര്യാപ്തമാക്കണം. നമ്മൾ റാപ്പിഡായിട്ട് ഇലക്ട്രിക് വാഹനങ്ങൾ ഇപ്പം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അതുകൊണ്ടാണ്. കാരണം നമുക്ക് അത്രമാത്രം പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വലിയൊരു കാശും പോകുന്നുണ്ട്. ഇവന്മാർ ഉപരോധം കൊണ്ട് നമ്മൾ പെട്ടു. പിന്നെ നമ്മുടെ ഈ മേക്ക് ഇൻ ഇന്ത്യ പ്രൊജക്റ്റ് ഇത്രമാത്രം നമ്മളൊരു ഊന്നൽ കൊടുക്കുന്നത് അതുകൊണ്ടാണ്. കാരണം സ്വയം പര്യാപ്തത വേണം. അതെ, ഇത് ചൈനയാണ് നമ്മളെ മോഡൽ. ചൈനയിൽ ഒരു പാർട്ടി ഒരു സിസ്റ്റം ആയതുകൊണ്ട് ഇതൊക്കെ നടന്നു. പക്ഷേ ഇന്ത്യയിൽ പല പാർട്ടി പല സിസ്റ്റം ആയതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഈ പോകുന്ന രാജ്യങ്ങൾക്ക് നമ്മൾ അസ്വസ്ഥത ഉണ്ടാക്കി ഇവിടെ രാഷ്ട്രീയക്കാരെ സാധിച്ച് ഇത് പലതും പൊളിച്ചു കളയാൻ പറ്റി. ഇപ്പോഴാണ് അവർക്ക് നടക്കാത്തത്. അപ്പോൾ ഈ ഉപരോധം വന്നപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അവർ ഇക്കോണമി വളർന്നില്ല. നന്നായി വളരാൻ ശേഷിയുള്ള ഇക്കോണമിയാണ്, വളർന്നിട്ടില്ല. പതുക്കെ ദാരിദ്ര്യവും കഷ്ടപ്പാടൊക്കെ വന്നു. പണ്ടത്തെ നമ്മളെ 90s ഇന്ത്യ പോലെയാണ്. അവിടെ എവിടെ നോക്കിയാലും അംബാസിഡർ കാറല്ലേ. അംബാസിഡർ കാറിൽ 50 ബ്രിട്ടീഷുകാർ നിർത്തിയ വണ്ടിയാണ്. അതുപോലെയാണ് അവിടുത്തെ സ്ഥിതി. ഈ 60കളിലൊക്കെ നിർത്തിപ്പോയ ബെൻസൊക്കെയാണ് അവിടുത്തെ മോസ്റ്റ് മോഡേൺ വണ്ടി ഇറാനിലെ. ഇറാൻ സിനിമകളുണ്ടെങ്കിൽ മനസ്സിലാവും. പെട്രോൾ, നിസാൻ പെട്രോളിൻ്റെ ആദ്യത്തെ മോഡൽ അന്ന് ഇറങ്ങി, ഫസ്റ്റ് മോഡലില്ലേ. ഇപ്പോൾ ദുൽഖർ സിനിമയെ കാണുന്നത് മറ്റേ ഈ വിൻറ്റേജ് വണ്ടി, ആ വണ്ടിയാണ് അവിടുത്തെ പുതിയ വണ്ടി. അതാണ് അവിടുത്തെ സ്ഥിതി. അതിൻ്റെ ഇടയ്ക്ക് മിലിറ്ററി റിസർച്ച് അവർ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു, റഷ്യയുടെയൊക്കെ സഹായത്തോട്, ചൈനയുടെയൊക്കെ സഹായത്തോട് പോയി. അത് കുറച്ച് മുന്നോട്ട് പോയിട്ടുണ്ട്. എങ്കിൽ പോലും ഇന്ത്യയോട് പിടിച്ചേക്കാനുള്ള ശേഷിയൊന്നുമില്ല. ഇന്ത്യയോട് പോലും പിടിച്ചേക്കാൻ പറ്റില്ല, അമേരിക്കയോട് പിടിച്ചേക്കാനുള്ള ശേഷി. അപ്പോൾ ഇതാണ് അവിടുത്തെ ഒരവസ്ഥ. അപ്പോൾ ഈ ഉപരോധം വന്ന് ഇപ്പം അന്ന് ഖൊമേനി എന്താണ് വലിയ എല്ലാവർക്കും ഭയങ്കര ആവേശമായിരുന്നു മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം. ഈ പിള്ളേരൊക്കെ ഇപ്പോഴത്തെ പിള്ളേരെന്താണ് ഖൊമേനിയുടെ അണ്ടറിൽ ജനിച്ചു വളർന്ന ആളുകളാണ്. അവർ നോക്കുമ്പോൾ അവിടെ നല്ല വണ്ടികളില്ല, നല്ല ഭക്ഷണം കിട്ടുന്നില്ല, സ്വാതന്ത്ര്യമില്ല. പെണ്ണുങ്ങളെ പട്ടാളത്തിലൊക്കെ എടുക്കും, പക്ഷേ പെണ്ണുങ്ങൾ അതേ തട്ടിട്ടാണ് പിന്നെ പിടിച്ച് ജയിലടിക്കും. ഇവിടെ മോറൽ പോലീസിങ് നിയമവിരുദ്ധമാണ്, അവിടെ അത് ഒഫീഷ്യലാണ്, റിലീജിയസ് പോലീസ് എന്ന് പറയും. അങ്ങനെ പതുക്കെ പുതിയ ജനറേഷൻ്റെ ഇടയിൽ എന്ത് ഇവർക്കെതിരെയുള്ള ഡിസ്കണ്ടന്റ് വന്നു തുടങ്ങി. ഞാൻ ചോദിച്ചോട്ടെ, അപ്പോൾ അന്ന് ഖമേനി റവല്യൂഷന് ശേഷം രാജഭരണം അവസാനിപ്പിച്ച് അധികാരത്തിൽ വരുന്നു. പക്ഷേ
അന്ന് അദ്ദേഹം പ്രോമിസ് ചെയ്ത പല കാര്യങ്ങളും സ്വാതന്ത്ര്യമൊന്നും നടപ്പിലാക്കിയില്ല. അദ്ദേഹം കുറേ കൂടി അതിനുശേഷം ഗ്രാജ്വലി ഈ മതത്തിൻ്റെ പേരിൽ ജനങ്ങൾക്ക് മേൽ ഉപരോധങ്ങൾ, അതായത് കൂടുതൽ കൺസർവേറ്റീവായി, നിയന്ത്രണങ്ങൾ കൂടുതലായി അങ്ങനെ ഏർപ്പെടുത്തി. അങ്ങനെ ശരിക്കും സുന്നിയായി മാറി. സത്യത ഷിയാക്കൾക്ക് ഇത്തരം പ്രശ്നം അതല്ല, അങ്ങനെ സുന്നിയായി മാറി. അങ്ങനെ പേരിൽ മാത്രമേ ഷിയാള്, സുന്നി തീവ്രവാദികളുടെ സ്വഭാവമാണ്, വഹാബികളുടെ സ്വഭാവമാണ് അങ്ങനെ. അതുകൊണ്ടാണ് ഇവിടെ വഹാബികൾക്ക് അങ്ങനെ വലിയ കാര്യമാണ്, ഇവിടെ ജമാഅത്തെ ഇസ്ലാമിക്കാൻ അങ്ങനെ വലിയ കാര്യമാണ്. അങ്ങനെ അമേരിക്ക എന്താ വെച്ചാൽ ഉപരോധം കൊണ്ട് പതുക്കെ തീർത്തു. അമേരിക്ക പറഞ്ഞ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രത്യേകിച്ച് പെട്ടെന്ന് നിങ്ങളെ പിടിച്ചെടുക്കണ താല്പര്യമൊന്നുമില്ല, വന്നാൽ ഓക്കെ, നമുക്ക് റഷ്യനൊക്കെ ഫിനിഷ് ചെയ്യാനുണ്ട്, അതൊക്കെ ഫിനിഷ് ചെയ്ത് നമ്മൾ വരാം, അപ്പോൾ ഒക്കെ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ അന്നത്തേക്ക് എന്ത് ചെയ്തു, അവിടെ ഡിസ്കണ്ടൻറ്റ് വന്നു. പുതിയ ജനറേഷനെ സംബന്ധിച്ചിടത്തോളം ഗൊമേനി ഹീറോ അല്ല, സീറോ ആണ്. അവർക്ക് പട്ടിണിയുണ്ട്, ദാരിദ്ര്യമുണ്ട്, കഷ്ടപ്പാടുണ്ട്. ഷാൻ്റെ കാലത്തും ഗ്രാമീണ മേഖല ഭയങ്കര ദാരിദ്ര്യമുണ്ട്, ഇപ്പോഴും അതുണ്ട്, മാറ്റം വന്നില്ല. പ്രതീക്ഷയോട് കൂടിയാണ് അവരെ കൊണ്ടുവന്നത്, പക്ഷെ അത് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇപ്പോൾ സെറ്റായിരിക്കുകയാണ് ഇൻറ്റേർണലി. പക്ഷേ ലവന്മാരതിൽ ഭയങ്കര പട്ടാളമുണ്ട്. ഈ പട്ടാളത്തെ അവർക്ക് നേരിടാൻ പറ്റില്ല. അവിടെയാണ് നമ്മൾ അമേരിക്കയെ ബഹുമാനിക്കുന്നത്. ഇത് ട്രംപിന് മാത്രം കിട്ടുന്ന ഒരു ധൈര്യമാണ്. വേറൊരുത്തരും ഒക്കെ അന്താരാഷ്ട്ര നിയമങ്ങളൊക്കെ കുറേയൊക്കെ നോക്കും. ട്രംപ് നമ്മളവിടെ ഇടപെടും, പ്രൊട്ടസ്റ്റിനെ അടിച്ചമർത്താൻ നോക്കിയാൽ ഇടപെടും. അതാണ് വേണ്ടത്. അത് ഈ പ്രൊട്ടസ്റ്റ് തന്നെ ജനങ്ങൾ സ്വാഭാവികമായിട്ട് ഉണ്ടായതാണ്. സ്വാഭാവികമായിട്ട് ഉണ്ടായിക്കഴിഞ്ഞാലും നമുക്ക് സ്വാഭാവിക പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ കത്തിക്കാൻ എന്തെങ്കിലും സാധനം വരുമ്പോഴാണ് അത് കത്തുള്ളൂ. അതെ, ആ കത്തിച്ചത് മൊസാദും ആരുമാണ്, CIA ആണ്. പക്ഷേ കത്തിച്ചത് മൊസാദും CIA എന്ന് ചോദിച്ചാൽ നമ്മൾ എതിർക്കുകയും വേണ്ട. അവിടുത്തെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണ്ടേ, അവിടുത്തെ ജനങ്ങൾക്ക് താലിബാനിസത്തിൽ നിന്നും മോചനം വേണ്ടേ, അവർക്ക് മോഡേൺ ആവണ്ടേ. അപ്പോൾ മൊസാദ് ചെയ്യുന്നത് ഓശിഷാവ ഉപകാരം എന്ന് പറയുന്ന പോലെ മൊസാദ് ചെയ്യുന്നത്, CIA ചെയ്യുന്നത് നല്ല കാര്യമാണ്. ചിലപ്പോൾ നിങ്ങൾ കാരണം നല്ലതാണ്. ഓക്കെ. പിന്നെ ഇവർ ഇന്ത്യയുടെ സുഹൃത്തുക്കളാണെന്ന് പറയും. അതാണ് നമ്മുടെ ഒരു പ്രശ്നം. ശരിയാണ്, നമുക്ക് രൂപ കൊടുത്താൽ അവർ എന്ത് തരും, പെട്രോൾ തരും. ഈ പെട്രോള് പറഞ്ഞ ആൻ്റണി അവിടെ പോയി മത്സരിച്ച ലീഗിൻ്റെ ഔദാര്യം കൊണ്ട ലീഗുകാർ പറയുന്ന പോലെയാണ്. അതുകൊണ്ടൊന്നും നല്ല സമയമില്ല. അതോട് കൂടിയിട്ടാണ് കോൺഗ്രസ് ലീഗ് കഷത്തിലാക്കിയത്. ആൻ്റണീനെ ഹൈജാക്ക് ചെയ്തിട്ട് ആൻ്റണി ഇന്നും എടുത്തില്ല, അതുകൊണ്ട് പിന്നെ ഉമ്മൻചാണ്ടി സാറിനെ കൊണ്ടുവന്നു. ഇതേപോലെ അവർക്ക് ഉപരോധം കൊണ്ട് എവിടെ എണ്ണ വെക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ റിസ്ക് എടുക്കുന്ന അവരെ ഔദാര്യമൊന്നുമല്ല, നമ്മൾ അവരെ സഹായിക്കുന്നതാണ്. മനസ്സിലായില്ലേ? പിന്നെ നമ്മുടെ അരി ഇപ്പോൾ 2000 കോടിയോളം രൂപയുടെ അരി പല പോർട്ടുകളായി കെട്ടിയിരിക്കുകയാണ്. നമ്മൾ ബസ്മതി റൈസിന് അവിടെ ഭയങ്കര ഡിമാൻഡാണ്. അരി കണ്ടുപിടിച്ച് ഇറാനിയൻസാണ് കേട്ടോ, പക്ഷേ ഇപ്പോൾ നമ്മളാണ് അതിൻ്റെ നമ്പർ 1. അപ്പം അരി പല അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മളങ്ങോട്ട് കയറ്റി അയക്കുന്നത്, അതൊക്കെ നമുക്ക് ലാഭമുള്ളതാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ ഇതൊക്കെ ചെയ്യുന്നതിനിടയ്ക്കും നമുക്കെതിരെയുള്ള ഭീകരവാദത്തെ ഇസ്ലാമിൻ്റെ പേരിൽ അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു സൈലൻ്റ്ലി. ഓക്കെ. അതിനിവിടെയുള്ള ചില രാഷ്ട്രീയക്കാരുടെ സപ്പോർട്ടുണ്ടായിരുന്നു. ഇൻ്റലിജൻസ് വിവരങ്ങൾ അവർ ചോർത്തി കൊടുത്തിരുന്നു, അതൊക്കെ ഉണ്ടായിരുന്നു. അതിനിവിടെയുള്ള ചില രാഷ്ട്രീയക്കാരെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. കൂടുതലേരെയൊക്കെ ഞാനിപ്പോൾ പോകുന്നില്ല. അപ്പം നമ്മളെ ശരിയായ സുഹൃത്ത് ആരാണ്? ചുരുങ്ങിയത് നിങ്ങൾ അവർ കടന്ന് സഹായിക്കേണ്ട, നമുക്ക് ഉള്ളിൽ കൂടെ പണിയരുത്. അതെ, മനസ്സിലേ? പറയാണ്ട് നേരിട്ട് ചെയ്യണം. ഇവനങ്ങനെ ഉള്ളിൽ കൂടെ പണിയുന്ന ഒരു സുഹൃത്താണ്. അപ്പം അതാണ് ഒരു ഘടകം. അപ്പം രണ്ടാമത്തെ ഘടകം എന്ന് വെച്ചാൽ, ഇനി ശരിയാണ് നമ്മളെ സുഹൃത്താണ് എന്ന് വിചാരിച്ചിട്ട് നമ്മളൊരു നിലപാടെടുക്കുമ്പോൾ ആ രാജ്യത്ത് ജനങ്ങൾക്ക് ഹോപ്സ് ആൻഡ് ആസ്പിറേഷൻസ് ഇല്ലേ? ഇപ്പോൾ ഇന്ത്യയിൽ മോഡിക്കെതിരെ ആരെങ്കിലും ഫൈറ്റ് കഴിഞ്ഞാൽ നമ്മളതിനെ ഇന്ത്യ വിരുദ്ധമെന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ജനാധിപത്യ രാജ്യമാണ്. അതെ, ഇവിടെ ഒരു മതമൊന്നല്ല ഭരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഭ്രാന്തെടുത്ത മതവാദിയല്ല ഭരിക്കുന്നത്. അപ്പോൾ നിങ്ങളങ്ങനെയൊക്കെ ആരോപിക്കാം, അത്രയേ ഉള്ളൂ. ഇവിടെ സ്ത്രീകൾ ആരെങ്കിലും തലയെ തട്ടിട്ടില്ലെങ്കിൽ സാരി എടുത്തില്ലെങ്കിൽ ആരും പിടിച്ച് ജയിലൊന്നും അടയ്ക്കാൻ പോകുന്നില്ല, ഇനി ഭാവിയിലും അടയ്ക്കില്ല. RSS ഉള്ള അവസ്ഥ തന്നെ മാറ്റി പേൻ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. RSSന് അനുയായികൾ ABP പയ്യന്മാർ DJ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവർക്ക് ബോധവും വിവരമുണ്ട്, ഇവർ അവരെ പോലെ അല്ല. അതുകൊണ്ടാണ് ഇവർ അപ്പം നിങ്ങൾ മോഡിയെ സപ്പോർട്ട് ചെയ്യുന്നത്. മോഡി ഇയാളെ പോലെയാണ്. അയത്തുള്ള കോമാനി, ഇപ്പോൾ RSS അയത്തുള്ള കോമാനി പിന്തിരിഞ്ഞ് നിൽക്കുന്ന ആളാണ്. ഇവിടെ നല്ലൊരു ജനാധിപത്യ സംവിധാനമുണ്ട്, നമ്മുടെ കയ്യിൽ അങ്ങനെ ഉപരോധങ്ങളൊന്നുമില്ല. മനസ്സിലായില്ലേ? നമ്മുടെ നാട് ജനങ്ങളെ കഷ്ടപ്പെടുന്നില്ല. നമ്മുടെ നാട്ടിലെ ഭരണകൂടങ്ങൾ പതുക്കെ ജനങ്ങളുടെ ഇടയിൽ എത്തുകയാണ്. ഇത്രമാത്രം വൈവിധ്യങ്ങൾ, ടു മച്ച് ജനാധിപത്യമാകുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, എന്നിട്ട് പോലും നമ്മൾ എത്തുകയാണ്. അതെ, മനസ്സിലായില്ലേ? അപ്പോൾ അവിടുത്തെ ജനങ്ങൾക്ക് ഇത് വേണ്ടേ? അപ്പോൾ അവിടെ ഒരു പുതിയ ഗവൺമെൻറ് വന്നാൽ സ്വാഭാവികമായി ഇന്ത്യയായിട്ടുള്ള ഈ ബന്ധങ്ങൾ ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യും. ഇപ്പം നമ്മൾ ഓയിൽ മേടിക്കുന്നില്ല, ഇനി ആ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാകാൻ പോകുന്നില്ല. അമേരിക്ക പറഞ്ഞുകൊണ്ട് നമ്മളിപ്പോൾ ഓയിൽ മേടിക്കുന്നില്ല, പിന്നെ നമുക്കുള്ള വേറെ ഉപരോധം വരും. ഞാൻ പറഞ്ഞത് ഏറ്റവും കൂടുതൽ നമ്മൾ പേടിക്കേണ്ട ഉപരോധമാണ്. സ്വന്തം കാലം നിൽക്കുന്നവരെ നമ്മൾ ഈ ഉപരോധത്തെ പേടിച്ചേ പറ്റുള്ളൂ. ഉപരോധമാണ് ഷാർപ്പസ്റ്റ്. ഇന്ത്യ പോലുള്ള രാജ്യത്ത് അവരാക്രമണം നടത്തില്ല. ഇന്ത്യയല്ല, നോർത്ത് കൊറിയനെ പോലും ആക്രമിക്കില്ല. എന്തുകൊണ്ടാണ്? ആറ്റം ബോംബുണ്ട്. അതാണ് ഇന്ദിരാഗാന്ധിയുടെയും കലാമിൻ്റെയും വാജ്പേയിയുടെയൊക്കെ ബുദ്ധി. ആറ്റം ബോംബ് ഉണ്ടാക്കി വെച്ചു. ഈ സാധനം കയ്യിലുണ്ടെങ്കിൽ നിങ്ങളാരും ആക്രമിക്കില്ല, ഒരു പരിധി കൂടുതൽ ആക്രമിക്കില്ല. കാരണം ഇത് ഇന്ത്യയിൽ ആറ്റം ബോംബ് മാത്രമല്ല, കൃത്യമായി എത്തിക്കാനുള്ള ടെക്നോളജി നമ്മുടെ കയ്യിലുണ്ട്. ലോകത്ത് എല്ലായിടത്തും ഇന്ത്യയുടെ സ്ലീപ്പിംഗ് സെൽസ് ഉണ്ട്. ഇന്ത്യൻ ഡയസ്പോറ ജൂതന്മാരെ പോലെ തന്നെയാണ്. ഈ മലയാളികൾക്ക്
മലയാളികൾക്കാണ് കുറച്ച് ദേശസ്നേഹം കുറവ്. ഉത്തരേന്ത്യക്കാരൊക്കെ ഇന്ത്യ എന്ന് വന്നേക്കണത് ചാവും. അവന്മാർ ഇന്ത്യയുടെ പല സൈഡ്, ലോകത്തിൻ്റെ പല സൈഡിലുമുണ്ട്. ഇന്ത്യയുടെ സ്ലീപ്പിംഗ് സെൽസാണ്. ഇതുമുണ്ട് ഇന്ത്യക്ക്, മറ്റുള്ളവരെ പോലെ അല്ല. അപ്പോൾ അവിടുത്തെ ജനങ്ങൾക്ക് ഒരു മോചനം വേണ്ടി. അപ്പോൾ അവിടെ റസ പഹ്ലാവി തിരിച്ചു വരും, അതായത് അവിടുന്ന് നാട് കടത്തപ്പെട്ട അല്ലെങ്കിൽ അവിടെ നിന്നും പലായനം ചെയ്ത് അമേരിക്കയിൽ താമസമാക്കിയിരിക്കുന്ന ആ രാജകുടുംബത്തിൻ്റെ ഇപ്പോഴത്തെ കിരീടാവകാശം. അല്ല, അവർ തിരിച്ചു വന്നിട്ട് അവിടെ നല്ല ബീച്ചിൽ നല്ല ബീച്ച് ഹൗസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഇടയ്ക്ക് വന്നിട്ട് പോകും, അത്രേ ഉള്ളൂ. അവിടെ വരാൻ പോകുന്ന ജനാധിപത്യമാണ്. ജനാധിപത്യം തന്നെ. രാജഭരണം അമേരിക്കക്കാർ തിരിച്ചുകൊണ്ടുവരും, അവർക്കൊന്നും ഭ്രാന്തുണ്ട്. അവരൊന്നും ചെയ്യില്ല, ജനാധിപത്യം കൊണ്ടുവരുള്ളൂ. അമേരിക്കയുടെ ഒരു സഹായ രാജ്യമായി മാറും. എന്നുവെച്ചാൽ അത് പാകിസ്ഥാനെ പോലെ ആണെന്നില്ല, എങ്കിൽ പോലും ജപ്പാൻ പോലെയാവും. അതിനാണ് സാധ്യത. മാറ്റം വരും. ജപ്പാൻ പോലെയാവും. സൈനിക ശക്തി ആവില്ല, സാമ്പത്തിക ശക്തിയൊക്കെ ആയിട്ട് അമേരിക്കയുടെ സപ്പോർട്ടറായിട്ട് നിൽക്കും. ഓക്കെ. അല്ല, ഇത് നമുക്കതുകൊണ്ട് പ്രത്യേക ഗുണമുണ്ടോ എന്ന് വെച്ചാൽ, അമേരിക്കയുടെ നമ്മളായിട്ടുള്ള നിലപാട് അനുസരിക്കുക അവർ നമ്മളായിട്ടുള്ള പോളിസി. മനസ്സിലായില്ലേ? അത് പ്രത്യേകിച്ച് ഈ ക്രൂഷ്യലായിട്ടുള്ള റിസോഴ്സസിൻ്റെ കാര്യത്തിൽ, എണ്ണയുടെ കാര്യത്തിൽ. അതിപ്പോഴും നമ്മൾ എണ്ണ മേടിക്കുന്നില്ല, അതുകൊണ്ട് നമുക്ക് നഷ്ടമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അരിക്കച്ചവടമൊക്കെ അവർ സമ്മതിക്കും. അല്ല, ഇനിയിപ്പോൾ ഈ റവല്യൂഷന് ശേഷം ഇനിയിപ്പോൾ ഇതൊരു റവല്യൂഷനായി മാറുകയും ഖമേനി തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ആരോഗ്യമൊക്കെ വളരെ മോശമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എന്തായാലും ക്രമേണ ആ സൈന്യത്തെ അവർ ജനങ്ങൾക്ക് മേൽ പ്രയോഗിക്കാനുള്ള സാധ്യത എത്രത്തോളമുണ്ട് ഖമേനി? സ്വന്തം ജനങ്ങൾക്ക് അല്ല, സൈന്യത്തെ അവർ ഉപയോഗിക്കും. അവർ വേറെ രക്ഷയില്ല. ജനകീയ പ്രക്ഷോഭം ശക്തമാകുമ്പോൾ സൈന്യത്തെ അതെല്ലാ അനാദികളും ചെയ്യുന്നത്. ഈ മണ്ടന്മാർ ശരിക്കും ചെയ്യേണ്ടത് അവിടെ നിന്ന് ഓടിപ്പോകുക എന്നുള്ളത്, നേടാൻ അഭയം പ്രാപിക്കുക എന്നുള്ളതാണ്. സദ്ദാം ഹുസൈൻ ചെയ്യേണ്ടത് അതായിരുന്നു, ഗദ്ദാഫി ചെയ്യേണ്ടതായിരുന്നു, നജാദിനെ കണ്ടില്ല, നജാദ് ഇതേപോലെ ചെയ്യേണ്ടിയിരുന്നു. അത് ചെയ്യല്ല. ഈ മണ്ടന്മാർ സൈന്യത്തെ ഉപയോഗിക്കും, ജനങ്ങൾ കൂടുതൽ എതിരാവും. അന്നപ്പോൾ അമേരിക്ക നേരിട്ടിറങ്ങും. പിന്നെ അമേരിക്ക നേരിട്ടിറങ്ങിയ ഒരു കാര്യം, നിങ്ങൾ ഗൾഫ് രാജ്യങ്ങൾ നോക്കൂ. ഗൾഫ് രാജ്യം ഹൈലി വോളട്ടൈലാണ്. എന്തുകൊണ്ടാണത് അങ്ങനെ ശാന്തമായി നിൽക്കുന്നതെന്ന് വെച്ചാൽ, അമേരിക്കൻ സപ്പോർട്ടോടുകൂടി മൊണാർക്കികൾ ഉള്ളതുകൊണ്ടാണ്. ഈ മൊണാർക്കികൾ ഈ പറയുന്ന സോക്കോൾഡ് മതം തലക്ക് പിടിച്ച ജനാധിപത്യവാദികളെക്കാൾ നല്ലതാണ്. കഥ ചിലപ്പോൾ നല്ലതാണ്. അതെ, അതൊക്കെ ഞാൻ നേരിട്ട് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളും കൂടിയാണ്. മറ്റ് ഗൾഫ് GCC രാജ്യങ്ങളുടെ എല്ലാം കാര്യം അങ്ങനെ തന്നെയാണ്. അവിടുത്തെ സംഘർഷം ഒന്നും ഒഴിവാക്കി കിട്ടും. കാരണം ഈ ഇറാൻ ഇസ്രായേൽ പ്രശ്നം അവിടുത്തെ വലിയ പ്രധാനപ്പെട്ട ഒരു സംഘർഷത്തിൻ്റെ കാരണമാണ്. ഇറാൻ സൗദി അറേബ്യ പ്രശ്നം ഒരു കാരണമാണ്. ഈ നാളുകൾ പോയി കഴിഞ്ഞാൽ ഇവന്മാരുടെ ഈ പിന്നെ ഹിസ്ബുള്ളനെ വിട്ടുള്ള കളി, യമനിലെ ഹൂതികളെ വിട്ടുള്ള കളി നിൽക്കും. അപ്പോൾ ആ മേഖലയിൽ പൊതുവേ ഒരു സമാധാനം വരും. ഓക്കെ. അപ്പോൾ എന്തായാലും അതൊരു ഇനിയിപ്പോൾ എപ്പോൾ നടക്കും. പക്ഷേ വേറൊരു പ്രശ്നമുണ്ട്. ഇത് കഴിഞ്ഞോടെ ഇവന്മാർ ഇനി റിബൽസ് ആവും. അത് ഈ ഇസ്ലാമിസ്റ്റുകൾ റിബൽസ് ആവും. അതിനെ കൂടി ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. കാരണം ഒരു 10 വർഷമെങ്കിലും ഇവന്മാരുടെ ശല്യം ഉണ്ടാവും. ഓക്കെ. അപ്പോൾ അങ്ങനെ ഷിയാക്കൾക്ക് വേറെ കാര്യമുണ്ട്. ഈ സുന്നികളെ പോലെ അല്ല, അവർക്ക് മരണം ഒരു പ്രശ്നമല്ല. അവരിങ്ങനെ ആ ഒരു ലോകത്തെ ആദ്യത്തെ ചാവേറുകൾ അവരാണ്, ഹഷാഷിൻസ്. ഇറാനിയൻസ് ആണ്. അവിടെ നിന്നാണ് അസാസിൻ എന്നുള്ള വാക്കുണ്ടായത്. ഓക്കെ. അപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, അപ്പോൾ എന്തായാലും ഒരു ഭരണമാറ്റം ഉണ്ടായാൽ പോലും ഒരു 10 വർഷത്തേക്ക് ഇറാൻ സംഘർഷഭരിതമായിരിക്കും. അതിനുള്ള സാധ്യതയാണുള്ളത്. ജർമ്മനി സംഘർഷഭരിതമായിരുന്നില്ലേ? രണ്ടാം ലോകമായത് തോറ്റതിന് ശേഷം നാസികൾ മൊത്തം എന്ത് ചെയ്തു? ഒളിപ്പോരാളികളായി മാറി. എന്നിട്ട് അവരെ അവിടെയുള്ള അമേരിക്കൻ പട്ടാളക്കാരൊക്കെ വെടിവെച്ചല്ലോ എന്നവരെ പരിപാടി. പക്ഷേ പതുക്കെ അത് മാറി. ഓക്കെ. അപ്പോൾ എന്തായാലും ഇതൊരു മാറ്റം അവിടുത്തെ ജനങ്ങൾ ആഗ്രഹിച്ചു, അത് ഉണ്ടാവുക തന്നെ ചെയ്യും. നമ്മളെ മുന്നിൽ 2 പ്രശ്നമുണ്ട്. നമ്മൾ ഒരു ഭാഗത്തുനിന്ന് ഈ പറയുന്നതിനെ മാതിരി ഈ എന്താണ് ആൻറ്റി അമേരിക്കൻസ് പ്രോത്സാഹിപ്പിക്കുമ്പോൾ ഇവിടെ ഗ്ലോബൽ ഇമ്പീരിയൽസിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ശക്തികളുണ്ട്. അത് പൊളിറ്റിക്കൽ ഇസ്ലാമാണ്. ഓക്കെ. പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഗ്ലോബലൈസേഷനെക്കാട്ടും നല്ലത് അമേരിക്കൻ ക്യാപിറ്റലിസമാണ്. അല്ല, പൊളിറ്റിക്കൽ ഇസ്ലാം അത്രയേറെ സ്ട്രോങ് ആണ്. അവർ ഈ പണവും അവർക്കുള്ള ട്രേഡ് ലിങ്കും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് മുസ്ലിംസിനെ തിരിച്ചു വിട്ടുകൊണ്ടും പിന്നെ മതപരിവർത്തനം നടത്തിക്കൊണ്ടും ലോകത്ത് പല ഭാഗത്തും കുടിയേറിക്കൊണ്ടും ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ജൂതന്മാർ പണ്ട് ചെയ്ത പോലെ ലോക ഇക്കോണമിയെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. ലോകത്തെ സ്വാധീനിക്കുക, ലോകത്ത് ഇസ്ലാമൈസ് ചെയ്യുക എന്നുള്ളത് നടക്കുകയില്ല. ക്രിസ്ത്യാനിറ്റിക്ക് എന്നൊരു അന്നത്തെ സാഹചര്യം കൊണ്ടാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ അത് നടക്കില്ല. ഇവരുടെ ഏറ്റവും വലിയ ശത്രുക്കൾ അവിടെയുള്ള സൗദി റോയൽ ഫാമിലിയും ഖത്തർ റോയൽ ഫാമിലിയും. ഖത്തർ റോയൽ ഫാമിലി നിലപാടുകളൊക്കെ എടുക്കുന്നുണ്ട്. അവർക്ക് കൺഫ്യൂഷൻ ഉണ്ട്, അവിടെ നിൽക്കണം ഇവിടെ നിൽക്കണം. പക്ഷെ അവർക്ക് അറിഞ്ഞൂടെ ഇവന്മാരെ ഈ സാധനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഖത്തർ റോയൽ ഫാമിലി ഉണ്ടാവില്ല. ഓക്കെ. അതെ, അത് അവർ മനസ്സിലാക്കി കൊള്ളാം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ ഇവന്മാരൊക്കെയാണ് ഇസ്ലാമിന് ചീത്തപ്പേരുണ്ടാക്കുന്നത്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഈ കച്ചവടക്കാരുടെ നിങ്ങൾക്ക് അറിയില്ല അറബികളുടെ. അപ്പോൾ അതിനെ സംബന്ധിച്ച് അവർക്ക് സമാധാനമായി കച്ചവടം നടത്തി അവരുടെ കാര്യം നോക്കിപ്പോയാൽ മതി. അല്ല, ഇപ്പോൾ ഈ സൗദി മാറുന്നതും ശ്രദ്ധിച്ചാണല്ലോ. 2030 നടക്കുന്ന ലോകകപ്പുമായി ബന്ധപ്പെട്ട് അവിടെ വലിയ മാറ്റമാണ് വന്നത്. ഇതിന് വിറ്റതല്ല. ഈ സൗദിക്ക് ഈ പാഠം പഠിപ്പിച്ച് നമ്മൾ മലയാളി മലബാറിലൊക്കെ മുസ്ലിങ്ങളാണ്. അങ്ങനെ പ്രവാചകൻ്റെ കാലത്ത് നമ്മളെ വിശ്വാസം അനുസരിച്ച് പ്രവാചകൻ്റെ കാലത്ത് നമ്മളിവിടെ എത്തി. നമ്മൾ ഹിന്ദുക്കളെ രാജാവിൻ്റെ കച്ചവടക്കാരായി. അവിടെ സെക്കൻഡ് ഇൻ കമാൻഡ് ആയിരുന്നു. ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല.
അത് കഴിഞ്ഞ് ലെവന്മാരിപ്പം വന്ന് ഫസ്റ്റ് ഇൻ കമാൻഡ് ആകാൻ ശ്രമിക്കുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. ഉം. സൗദിയുടെ പ്രശ്നം സൗദി ആദ്യം ആ ലൈനിലായിരുന്നു, പക്ഷെ സൗദി ഇപ്പം മാറി. പക്ഷെ നമ്മളാണ് ഇപ്പം എന്ത് ചെയ്യുന്നത്, തിരിച്ച് മറ്റേ ലൈനിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് അപകടം. അതാണ് എന്നുവെച്ചാൽ നമ്മളിപ്പം പ്രശ്നം എന്താ പറയുമോ, ഈ ഇപ്പം അത്യാവശ്യം ഗൾഫും പിണറായി ഉമ്മൻചാണ്ടി സാറൊക്കെ ജോലിയൊക്കെ നൽകി നമ്മൾ ഭേദപ്പെട്ട ഒരവസ്ഥയിലാണ്. ഇപ്പോൾ പുതിയ പയ്യന്മാർക്ക് അസ്തിത്വ പ്രതിസന്ധിയാണ്. എന്തിന് പണ്ട് മോഹൻലാൽ മറ്റേ സിനിമയിൽ ചോദിക്കുന്നില്ലേ, ഞാൻ ആര്, ഞാൻ എന്തിന്, ബുദ്ധനും മറ്റൊന്നും ശങ്കരാചാര്യ ചോദിച്ചു, ഇതാണ് ഈ പയ്യന്മാർ. അപ്പോൾ ആലോചിക്കുമ്പോൾ ഞാൻ ഇസ്ലാമിന് വേണ്ടി ഫൈറ്റ് ചെയ്യലാണ്. ഇപ്പം 4 ദിവസം പട്ടിണി കിടക്കും അവന് മനസ്സിലാവും, 4 ദിവസം ജയിലിൽ കിടക്കും അവന് മനസ്സിലാവും, ഇത്രയൊക്കെ ഉള്ളൂ എന്ന്. അല്ല, ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഗ്രാസ്പ് അത്രത്തോളം സ്ട്രോങ് ആണോ നമ്മുടെ നാട്ടിലും? നെറ്റ്വർക്ക് സ്ട്രോങ് ആണ് നമ്മുടെ നാട്ടിലും എല്ലായിടത്തും. ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിൽ അതൊക്കെ സുന്നി ഭാഗങ്ങളുണ്ടല്ലോ, അവരെ ബുദ്ധീനെ വരെ ഹൈജാക്ക് ചെയ്താണ്. മണ്ടന്മാർക്ക് ഇത് അറിയില്ല. ഫാസിസ്റ്റ്, ആൻറ്റി മോഡി, ആൻറ്റി ഇസ്രായേൽ, അപ്പോൾ ഹമാസ് എന്നൊക്കെ പറയുന്നത് ഹൈജാക്ക് ചെയ്യപ്പെട്ട പൊളിറ്റിക്കൽ ഇസ്ലാമിനെ ബ്രെയിൻ ഉപയോഗിച്ചിട്ടാണ്, അല്ല അവിടെയുള്ള സുന്നികളെ ബ്രെയിനല്ല. ചില നിരീക്ഷണം വന്നു, അതായത് ഒരു വശത്ത് ഈ പൊളിറ്റിക്കൽ ഇസ്ലാം ആയുധം ഉപയോഗിച്ച് പോരാടുകയും ചില സ്ഥലത്ത് വളരെ സൈലൻ്റായി. കേരളത്തിൽ സൈലൻ്റാണ്. കേരളത്തിൽ അവരുടെ പ്രധാനപ്പെട്ട പരിപാടി എന്ന് വെച്ചാൽ 2 രീതിയിലാണ്. അതെനിക്ക് തോന്നുന്നു, പിന്നെ സൗദി അറേബ്യയിലെ യൂണിവേഴ്സിറ്റിയുടെ പൈസയാണ് അത് ഏറ്റവും നല്ല ഉപയോഗിക്കുന്നത്. അവർ ബഹാബിസ്റ്റുകളാണ്. ഇവർ പ്രധാനപ്പെട്ട പത്രക്കാർക്കൊക്കെ നിങ്ങളൊക്കെ വിളിച്ചുകൊണ്ടുപോയി നല്ല സൗദി അറേബ്യ നല്ല അല്ലെങ്കിൽ അവിടെ കണ്ട് പ്രസംഗം നടത്തിക്കുക, അമേരിക്കയിലൊക്കെ യൂണിവേഴ്സിറ്റികളെ സ്പോൺസർ ചെയ്യുക, എന്നിട്ട് അവിടെ ഇസ്ലാമിന് അനുകൂലമായിട്ട് പഠനം നടത്തുക, എന്നിട്ട് ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച 100 മനുഷ്യന്മാരെ ഒന്നാമത് മുഹമ്മദ് നബി ആയിരുന്നു എന്ന് പുസ്തകം എഴുതിപ്പിക്കുക, അത് ഇവിടെ പറഞ്ഞ് പ്രസംഗിക്കുക. ആരും ചോദിക്കില്ലല്ലോ, സായിപ്പ് പറഞ്ഞവൻ്റെ അവസാനം വാക്കില്ലല്ലോ. നമ്മളെപ്പോലുള്ള ആളുകൾ അത് ഏതാവനാ പറഞ്ഞത്, ഐൻസ്റ്റീൻ നല്ലല്ലോ പറഞ്ഞത്, ഏതോടുത്തെ ഇവർ സ്പോൺസർ ചെയ്തോടുത്തെ, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുക. എന്നിട്ട് ഖുറാനിൽ പിന്നെ ബിഗ് ബാങ് തിയറി കണ്ടെത്തുക, ഇതിനൊക്കെ റിസർച്ച് ചെയ്യാം. പിന്നെ ഇവിടെയുള്ള പ്രധാനപ്പെട്ട ചില ആളുകളെ, ലിയോനൊക്കെ പോലെയുള്ള അത്യാവശ്യം പേരുള്ള ആളുകളെ കുറച്ച് പൈസ കൊടുത്ത് മതം മാറ്റിക്കുക, എന്നിട്ട് നിങ്ങൾ ഇസ്ലാമിൻ്റെ ഫേസ് ആയിട്ട് കൊണ്ടു നടക്കുക. ബാക്കി സാംസ്കാരിക മേഖലയിൽ എന്താ ചാനലുകൾ തുടങ്ങുക, പത്രങ്ങൾ തുടങ്ങുക, ഓൺലൈനിൽ എത്ര സാധനങ്ങൾ നോക്കുക. പിന്നെ ഹിന്ദുക്കൾ മണ്ടന്മാരായതുകൊണ്ട് പലപ്പോഴും എംഎൽഎ കമ്പനിക്കാർക്ക് പൈസ കൊടുത്തിട്ട് അവിടെ പോയിട്ട് മതസൗഹാർദ്ദം പ്രസംഗിപ്പിക്കുക, എന്നിട്ട് ഞങ്ങൾ മതസൗഹാർദ്ദക്കാരാന്ന് ഉള്ള ഈ ഇമേജ് ഉണ്ടാക്കുക. പിന്നെ ഈ ഇഫ്താർ പാർട്ടികൾ നടത്തിയിട്ട് നമ്മൾ മതേതരവാദികളെന്ന് ചിന്തിപ്പിക്കുക. ഈ ഹിന്ദുക്കൾ അധികവും ഈ പാവം രാഷ്ട്രീയ നേതാക്കന്മാർ പലരും നല്ല ബിരിയാണി ഒന്നും കഴിക്കാത്തവരാണ്, നമുക്കറിയാലോ. അപ്പോൾ അവർക്ക് നല്ല ബിരിയാണി നമ്മളെ നോമ്പുകാല സമയത്തുള്ള സാധനങ്ങളൊക്കെ കൊടുത്തിട്ട് അവരെ അറ്റാച്ച് ചെയ്ത് നിർത്തിപ്പിക്കുക. അതിൻ്റെ ഇടയിൽ ഇസ്ലാമിൻ്റെ 2 പോസിറ്റീവ് പറയിപ്പിക്കുക. ഇസ്ലാമിൻ്റെ പോസിറ്റീവ് പറയുന്നത് നമുക്ക് സന്തോഷം, പക്ഷേ ഉള്ളുകൂടെ പറയുന്നത് തീവ്രവാദത്തിൻ്റെ പോസിറ്റീവാണ്, ഇസ്ലാമിൻ്റെ പോസിറ്റീവ് അല്ല, ഇവന്മാരുടെ വേർഷൻ ഓഫ് ഇസ്ലാമാണ്. ഇങ്ങനെ ഒരു അജണ്ടയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ സാംസ്കാരിക മേഖലയെ വീഴുക, ഒരു സിനിമയ്ക്കൊക്കെ എതിരാണ്, പക്ഷേ സിനിമയെ സ്പോൺസർ ചെയ്യുക, സിനിമയുടെ പരസ്യം കൊടുക്കില്ല, പക്ഷേ സിനിമയെ പറ്റി ഡിസ്കഷൻ മൊത്തം സിനിമയെ പറ്റിയായിരിക്കും. എന്നിട്ട് സിനിമയെ നശിപ്പിക്കാൻ നടക്കുന്ന റിവ്യൂ ബേസിന് വലിയ സ്പേസ് കൊടുക്കുക. ഇങ്ങനെയുള്ള ബുദ്ധിപരമായിട്ടുള്ള കളിയാണ് ഇവർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരെ മണ്ടന്മാരെ വിചാരം ഇത് ആർക്കും അറിയില്ലെന്ന് എനിക്ക് എൻ്റെ കുട്ടിക്കാലത്ത് ഇത് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് സൈലൻ്റ് ആയിട്ടുള്ള പോരാട്ടമുണ്ട്. ഇപ്പോൾ RSSും ക്രിസ്ത്യാനികളൊക്കെ ഇത് മനസ്സിലാക്കിയിട്ടുണ്ട്. ആ മനസ്സിലാക്കിയതിൻ്റെ ഒരു മാറ്റം കേരള സൊസൈറ്റി ആൻറ്റി ഇസ്ലാമിസം, ആൻറ്റി മുസ്ലിം സെൻറ്റിമെൻറ്റ് കേരളത്തിൽ അതിശക്തമാണ്. സത്യത്തിൽ ആൻറ്റി ഇസ്ലാമിസ്റ്റ് സെൻറ്റിമെൻ്റ് ആണ് വരേണ്ടത്, പക്ഷെ വന്ന് എന്നോട് വരെ വിരോധമുള്ള ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഹിന്ദുസ് അല്ല ക്രിസ്ത്യൻസ് ചില ആളുകൾ. അതെന്നു വെച്ചാൽ ഈ പറയുന്നതിൻ്റെ മാതിരി ഇവർ കാണുന്ന മുസ്ലിം എന്ന് കേൾക്കുമ്പോൾ തന്നെ, മുഹമ്മദ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇവർ വിചാരിക്കുന്നത് മറ്റേ ടൈപ്പാണ്. എന്നോട് ഈ ചില ആളുകൾ ഇവാഞ്ചലിസ്റ്റുകളാണ് കേട്ടോ, നമ്മൾ അവർക്കെതിരെ സംസാരിക്കും. അവരുടെ അജണ്ട ഇത് തന്നെയാണ്, ലോകത്തെ ക്രൈസ്തവവൽക്കരിക്കുക. ഈ അജണ്ട തന്നെയാണ് ഇവന്മാർ. സാക്കിർ നായിക്കാണ് ഇവരുടെ ഇന്ത്യയിലെ ദൈവം. പിന്നെ ഒരു സലാം, അതാ സലീമ അല്ല എം അക്ബർ, ഇവനാണ് മറ്റേ സ്കൂളിൽ തീവ്രവാദം പഠിപ്പിച്ചത്. അപ്പോൾ ഇവരൊക്കെയാണ് ഇതിൻ്റെ ആളുകൾ. ഇതിപ്പം അപ്പം കേരളത്തിൽ നമ്മൾ ഈ പറയും പോലെ ഈ ഇറാൻ കേസൊക്കെ വരുമ്പോൾ കേരളത്തിൽ ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞുകൊണ്ട് വരുമല്ലോ. കേരളത്തിൽ ഇസ്ലാമോഫോബിയ ഉണ്ടാക്കുന്നത് ഇവരാണ്. മറ്റു സമുദായക്കാരെന്താ മണ്ടന്മാരാണോ? ആദ്യ ഘട്ടത്തിൽ പെട്ടെന്ന് ബിരിയാണി കിട്ടിയവരൊക്കെ പോയി കഴിച്ചിരുന്നു. ഇപ്പം ബിരിയാണി കഴിച്ചവരൊക്കെ തന്നെ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ്. വെള്ളാപ്പള്ളിക്ക് ഉള്ളിൽ എന്ത് സപ്പോർട്ട് ഉണ്ട് നിങ്ങൾക്ക് അറിയുമോ? വെള്ളാപ്പള്ളിയിൽ ആളുകൾ പുറത്ത് നമ്മൾ മതഭ്രാന്തം എന്നൊക്കെ വിളിക്കും, അല്ലെങ്കിൽ വർഗീയവാദി എന്നൊക്കെ വിളിക്കും, പക്ഷേ അയാൾ പറയുന്നതിൽ കാര്യമില്ല എന്ന് ചിന്തിക്കുന്നത് എത്ര ആളുണ്ടെന്നത്. അല്ല, അത് ഞാൻ ചോദിച്ചോട്ടെ. അല്ല, ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മുടെ ടോക്കിംഗ് പോയിന്റിൽ സംസാരിച്ചിരുന്നു കഴിഞ്ഞ ആഴ്ച അദ്ദേഹം. അതിന് താഴെ പക്ഷേ അദ്ദേഹത്തെ അനുകൂലിച്ചുള്ള കമൻസ് ആണ് ഭൂരിഭാഗം, ഈവൻ 99%. ആണ് ഞാൻ ഈ മണ്ടന്മാർക്ക് ഇത് മനസ്സിലാവുന്നില്ല. കേരളത്തിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയെ പ്രശ്നം വെച്ചാൽ ജമാഅത്ത് ഇസ്ലാമിക്കാരും മുജാഹിദുകളും പറയുന്നത് കേട്ടിട്ട് ഈ സുന്നികളും വരെ അതേ ലൈൻ എടുത്തു തുടങ്ങിയെന്നാണ്. അതെന്ന് വെച്ചാൽ ഈ ന്യൂനപക്ഷം പതുക്കെ ഭൂരിപക്ഷമാകുന്നൊരവസ്ഥ മാറിക്കൊണ്ടിരിക്കുകയാണ്.
എന്നാൽ പുറത്ത് നമ്മൾ സമാധാനം എന്ന് പറയുകയും ചെയ്യും. സമാധാനമാണ് നമ്മളെ ജീവിതം കൊണ്ട് വേണ്ട ആളുകൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ. നമ്മൾ ഈ മതപരിവർത്തനമൊക്കെ സപ്പോർട്ട് ചെയ്താൽ എങ്ങനെയാണ്? പിന്നെ നമുക്കെങ്ങനെ ഇവാഞ്ചലിസ്റ്റുകളെ മതപരിവർത്തനം എതിർക്കാൻ പറ്റുക? എനിക്കെന്തുകൊണ്ടാണ് എതിർക്കാൻ പറ്റുന്നത്? ഞാൻ ഇസ്ലാം ചെയ്യുന്ന മതപരിവർത്തനത്തിന് എതിരാണ്. അതെങ്ങനെയൊക്കെ ഏത് രീതിയിലൊക്കെ ഞാൻ എതിർത്തിട്ടുണ്ട്. ഞാനതൊരു ഇത്ര കൺസിസ്റ്റൻ്റാണ് എൻ്റെ നിലപാട്. നിങ്ങൾക്കറിയാം. എനിക്ക് പറഞ്ഞു നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്തായാലും നമ്മൾ ഇറാനിലെ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞ് കേരളത്തിലേക്ക് വരെ എത്തി. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും വരെ പോയി. അതിന് വലിയ മാനങ്ങളുണ്ട് എന്ന് തന്നെയാണ് ഈ ചർച്ച പറഞ്ഞു വയ്ക്കുന്നത്. എന്തായാലും ഇറാനിൽ ഒരു ഭരണമാറ്റം ആസന്നമാണ്. അത് എപ്പോൾ സംഭവിക്കുമെന്നുള്ള കാര്യത്തിൽ പണ്ട് ഒരു അനിശ്ചിതാവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കുന്നുണ്ട്. അതിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി തെരുവിലിറങ്ങിക്കഴിഞ്ഞു. ഒപ്പം തന്നെ നിലനിൽപ്പിന് വേണ്ടിയും ഭക്ഷണത്തിന് വേണ്ടിയും ഒക്കെ തന്നെ പോരാടുന്ന ഒരുപാട് പേർ ഉണ്ട്. അവർക്ക് പിന്തുണയുമായി പുറത്ത് അമേരിക്ക, ട്രംപ് ശക്തമായി നിലയുറപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ട്രംപിനെ മറ്റെല്ലാ കാര്യത്തിലും നമുക്ക് എതിർക്കാമെങ്കിലും, ഒട്ടേറെ കാര്യങ്ങളിൽ എതിർക്കാമെങ്കിലും ഈ ഒരു വിഷയത്തിൽ ട്രംപിനെ അനുകൂലിക്കുകയാണ് വേണ്ടത്. കാരണം ഒരു വലിയ വിഭാഗം ജനം സ്വാതന്ത്ര്യത്തിൽ നിന്നും അകന്നു നിൽക്കുകയാണ്. അവരുടെ സ്വൈര ജീവിതത്തിൽ നിന്നും അകറ്റപ്പെട്ട് നിർത്തിയിരിക്കുകയാണ് അവരെ. അപ്പോൾ അതിൽ നിന്നൊക്കെ തന്നെ അവർക്ക് മോചനം അത് കാലത്തിൻ്റെ കാവ്യനീതി മാത്രമാണ് എന്നാണ് ഇവിടെ പറഞ്ഞു വയ്ക്കാനുള്ളത്. ഇനിയിപ്പോൾ അധികാരം തീർച്ചയായിട്ടും സൈന്യത്തിൻ്റെ രൂപത്തിൽ ഖമേനി പ്രയോഗിക്കും. അതിനെ അതേ നാണയത്തിൽ അമേരിക്ക തിരിച്ചടിക്കുകയും ചെയ്യും. ഈ ഇറാഖിലും മറ്റുമൊക്കെ നടന്നത് ഇറാനിലും ഇനി നടക്കാനുള്ള സാധ്യതയും കൂടുതലാണ് എന്നുള്ളതാണ് മറ്റൊരു വിഷയം. വളരെയധികം നന്ദി ടോക്കിംഗ് പോയിന്റിൽ സംസാരിച്ചത്. ടോക്കിംഗ് പോയിന്റിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നതിന് അടുത്ത എപ്പിസോഡ് കാണാം. നമസ്കാരം.